വർക്ക് ഫ്രം ഹോം ജോബ് നോക്കുന്നവരുണ്ടോ? കോളേജ് സ്റ്റുഡൻ്റ് ആണോ? ഹൗസ് വൈഫ് ആണോ? ഫുൾ ടൈം ജോബ് ചെയ്യുന്നുണ്ടെങ്കിലും എക്സ്ട്രാ ഇൻകം വേണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടോ? എങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യല്ലേ. കാരണം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ടെലികോം കമ്പനികളിൽ ഒന്നായ ജിയോയുടെ വർക്ക് ഫ്രം ഹോം ഓപ്പർച്യൂണിറ്റിനെ കുറിച്ചാണ്. പക്ഷേ എല്ലാവരും സോഷ്യൽ മീഡിയയിൽ കാണുന്ന പോലെ ഈസി മണി, ഡെയിലി 1000 ഗ്യാരണ്ടീഡ് എന്ന ടൈപ്പ് ഫേക്ക് പ്രോമിസസ് അല്ല ഇത്. അതുകൊണ്ട് തന്നെ അപ്ലൈ ചെയ്യുന്നതിന് മുൻപ് നിങ്ങൾ അറിയേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നുണ്ട്. ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു കൈറോ ഡയറീസ്. നിങ്ങൾ ഈ ചാനൽ പുതിയതാണെങ്കിൽ ഇവിടെ നമ്മൾ ജെനുവിൻ ജോബ് അപ്ഡേറ്റ്സ്, വർക്ക് ഫ്രം ഹോം ഓപ്പർച്യൂണിറ്റീസ്, കരിയർ ടിപ്സ്, ഇൻ്റർവ്യൂ ഗൈഡൻസ് എന്നുള്ള എല്ലാ കാര്യങ്ങളെയും കുറിച്ച് സിമ്പിളായിട്ട് ഡിസ്കസ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് ഇതുപോലത്തെ വീഡിയോസ് മിസ് ആകാതിരിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ പ്രസ് ചെയ്യാനും മറക്കില്ലേ. നമുക്ക് എല്ലാവർക്കും ഒരു കോമൺ പ്രോബ്ലം ഉണ്ട്. കോളേജ് സ്റ്റുഡൻസ് ആണെങ്കിൽ പോക്കറ്റ് മണിക്ക് വേണ്ടി വീട്ടിൽ ചോദിക്കേണ്ടി വരും അല്ലേ? ഫ്രണ്ട്സിൻ്റെ കൂടെ പുറത്തു പോകാനും ലാപ്ടോപ്പ് വാങ്ങാനും പുതിയ കോഴ്സ് ചെയ്യാനും പക്ഷെ പൈസയില്ല. ഹൗസ് വൈഫ് ആണെങ്കിലോ വീട്ടിലെ എല്ലാ വർക്കും കഴിഞ്ഞാൽ കുറച്ച് ഫ്രീ ടൈം ഉണ്ടാകും. ആ സമയം പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്താൽ സ്വന്തം ഇൻകം ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് പലപേരും ചിന്തിക്കാറുണ്ട്. ജോബ് ചെയ്യുന്ന ആളുകളുടെ സിറ്റുവേഷനും അത്ര ഡിഫറെൻ്റ് ഒന്നും അല്ല. സാലറി വരും, റെൻറ്റിന് കൊടുക്കേണ്ടി വരും, EMI, കറണ്ട് ബിൽ, പെട്രോൾ, ഗ്രോസറി, അങ്ങനെ കുറേ. ഒരു മാസം കഴിയുന്നതിന് മുൻപ് തന്നെ അക്കൗണ്ട് ഓൾമോസ്റ്റ് തീർന്നിരിക്കും. അതുകൊണ്ട് തന്നെ ഇന്നത്തെ കാലത്ത് ഒരു എക്സ്ട്രാ ഇൻകം സോഴ്സ് ഉണ്ടാക്കുന്നത് നല്ലൊരു കാര്യമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ജിയോ കസ്റ്റമർ അസോസിയേറ്റ് എന്ന് പറയുന്ന ഒരു വർക്ക് ഫ്രം ഹോം ഓപ്പർച്യൂണിറ്റിയാണ്. ഇവിടെ ഒരു കാര്യം ഫസ്റ്റ് തന്നെ ക്ലിയർ ചെയ്യാം. കസ്റ്റമർ അസോസിയേറ്റ് എന്ന് കേട്ടാൽ വലിയ ടെക്നിക്കൽ സോഫ്റ്റ്വെയർ ജോബ് ആണെന്ന് കരുതണ്ട. ഇത് മെയിൻലി കസ്റ്റമർ സപ്പോർട്ട് റിലേറ്റഡ് റോൾ ആണ്. അതായത് ജിയോ യൂസേഴ്സിന് വരുന്ന ഡൗട്ട്സ് ക്ലിയർ ചെയ്യുക, റീചാർജ് ഇഷ്യൂ, ഇൻ്റർനെറ്റ് പ്രോബ്ലം, സിം ആക്ടിവേഷൻ, 5G റിലേറ്റഡ് ക്വസ്റ്റ്യൻസ്, ഇതുപോലെ ബേസിക് കസ്റ്റമർ ക്വയറീസ് ഹാൻഡിൽ ചെയ്യുന്ന റോളാണ്. കോൾ വഴി ചിലപ്പോൾ വരും, അല്ലെങ്കിൽ ചാറ്റ് വഴിയും വരാം. റോളിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇനി നിങ്ങൾ പല ആൾക്കാർക്കും ഉള്ള ഒരു ഡൗട്ടുണ്ട്. എനിക്ക് കോഡിംഗ് അറിയില്ല, എക്സ്പീരിയൻസ് ഇല്ല, ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് അല്ല, എനിക്കിത് ചെയ്യാൻ പറ്റുമോ എന്ന്. ആ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ നമ്മൾ വീഡിയോയുടെ നെക്സ്റ്റ് പാർട്ടിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നതായിരിക്കും. കാരണം എലിജിബിലിറ്റി എന്താണ്, സാലറി എത്ര കിട്ടും, +2 മാത്രം മതിയോ, ട്രെയിനിങ് തരുമോ, ഓൺലൈൻ ടെസ്റ്റ് ഉണ്ടാകുമോ, അപ്ലൈ ചെയ്യുന്നത് എങ്ങനെ, ഫേക്ക് ജോബ്സ് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം, എല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നുണ്ട്. പക്ഷേ അതിനു മുൻപേ ഒരു കാര്യം പറയാം. ഇൻ്റർനെറ്റിൽ വർക്ക് ഫ്രം ഹോം എന്ന് പറഞ്ഞ് ഒരുപാട് ഫേക്ക് അഡ്വർടൈസ്മെൻറ്റ് സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ജോബ് കണ്ടപ്പോൾ തന്നെ എക്സൈറ്റ്മെൻറ്റിൽ പേഴ്സണൽ ഡോക്യുമെൻറ്റ് ഷെയർ ചെയ്യുകയോ രജിസ്ട്രേഷൻ ഫീ അടയ്ക്കുകയോ ചെയ്യരുത്. നമുക്ക് ഒഫീഷ്യൽ ഇൻഫർമേഷൻ ബേസ് ചെയ്ത് മാത്രം എല്ലാ കാര്യങ്ങളും നോക്കാം. അപ്പോൾ ഇനി ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സെക്ഷനിലേക്ക് പോകാം. ഈ ജോബിന് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം, എലിജിബിലിറ്റി എന്താ, സാലറി എത്ര, എക്സ്പീരിയൻസ് വേണോ, ഫ്ലെക്സിബിൾ ടൈമിംഗ് ഉണ്ടോ, അതൊക്കെ നമുക്ക് നെക്സ്റ്റ് സെക്ഷനിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. സോ ലെറ്റ്സ് കണ്ടിന്യൂ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് എല്ലാവരും അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഈ ജോബിന് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും? നിങ്ങൾ മിനിമം +2 പാസ്സാണെങ്കിൽ ഈ ഓപ്പർച്യൂണിറ്റി ചെക്ക് ചെയ്യാൻ പറ്റും. കോളേജ് പഠിക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിലോ, ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തവരാണെങ്കിലും, ഹൗസ് വൈഫ് ആണെങ്കിലും, കരിയർ ബ്രേക്ക് കഴിഞ്ഞ് വീണ്ടും വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിലും നിങ്ങൾക്ക് ഈ റോൾ തിരഞ്ഞെടുക്കാം. കാരണം ഈ റോളിൻ്റെ മിനിമം ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് +2 പാസ്സാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾക്കുള്ളത്, എക്സ്പീരിയൻസ് ഉണ്ടാവും ഇതിന്. പല വർക്ക് ഫ്രം ഹോം ജോബ്സിലും എക്സ്പീരിയൻസ് മാൻഡറ്ററി ആയി കാണിക്കും. പക്ഷേ ഈ റോളിൽ ഫ്രഷേഴ്സിനും അപ്ലൈ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെന്നാണ് ഒഫീഷ്യൽ ഇൻഫർമേഷൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്ക് എക്സ്പീരിയൻസ് ഇല്ല എന്ന് കരുതി പേടിക്കേണ്ട ആവശ്യമില്ല. കമ്പനി സെലക്ഷൻ കഴിഞ്ഞാൽ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ബേസിക് വർക്ക് പഠിച്ചു തുടങ്ങാം. കോഡിംഗ് അറിഞ്ഞിരിക്കണോ? ഇനി ഒരു ഇമ്പോർട്ടൻറ്റ് ഡൗട്ടാണ്, എസ്പെഷ്യലി എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ. കോഡിംഗ് അറിഞ്ഞിരിക്കണോ? ഇവിടെ നിങ്ങൾ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്നൊന്നുമില്ല, വെബ്സൈറ്റും ബിൽഡ് ചെയ്യുന്നില്ല, പ്രോഗ്രാമോ ഒന്നുമില്ല. മെയിൻ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് കസ്റ്റമേഴ്സിൻ്റെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യുക. അതുകൊണ്ട് കോഡിംഗ് നോളജ് മാൻഡറ്ററി അല്ല. കമ്മ്യൂണിക്കേഷൻ നന്നായിരിക്കണം, പേഷ്യൻസ് ഉണ്ടായിരിക്കണം. കസ്റ്റമർ സംസാരിക്കുമ്പോൾ പൊളൈറ്റ്ലി റെസ്പോണ്ട് ചെയ്യാൻ കഴിയണം. സാലറി എത്ര കിട്ടും? ഇതായിരിക്കുമല്ലേ എല്ലാവരുടെയും ഇൻട്രസ്റ്റിംഗ് പാർട്ട്. സോഷ്യൽ മീഡിയയിൽ പല നമ്പേഴ്സും നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. പക്ഷേ ഒരു കാര്യം ഞാൻ ക്ലിയർ ആയിട്ട് പറയട്ടെ, ഇൻകം ഇപ്പോഴും ഫിക്സഡ് ഗ്യാരണ്ടീഡ് അല്ല. കമ്പനിയുടെ വേക്കൻസി, റോൾ, വർക്കിംഗ് അവേഴ്സ്, സെലക്ഷൻ, പെർഫോമൻസ് ഇതൊക്കെ ഡിപ്പെൻഡ് ചെയ്താണ് ഏർണിംഗ് വേരി ചെയ്യുന്നത്. ഓൺലൈനിൽ മെൻഷൻ ചെയ്യുന്ന അപ്രോക്സിമേറ്റ് റേഞ്ച് 3500 മുതൽ 15,000 വരെയാണ്. പക്ഷേ അപ്ലൈ ചെയ്യുന്നതിന് മുൻപേ ഒഫീഷ്യൽ ഡീറ്റെയിൽസ് വെരിഫൈ ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്. ഫ്ലെക്സിബിൾ ടൈമിംഗ് ഉണ്ടോ? വർക്ക് ഫ്രം ഹോം എന്ന് കേട്ടാൽ അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എല്ലാവർക്കും
എല്ലാവർക്കും ടൈം ഫ്ലെക്സിബിൾ ആയിരിക്കുമോ? ജനറലി ഇത്തരം കസ്റ്റമർ സപ്പോർട്ട് റോളിൽ ഷിഫ്റ്റുകൾ ഉണ്ടാകും. റോൾ അനുസരിച്ച് ഡിഫറെൻറ്റ് ടൈമിങ്സ് ഉണ്ടാകും. അതുകൊണ്ട് കോളേജ് സ്റ്റുഡൻസ് ആണെങ്കിൽ ഫ്രീ ടൈം അനുസരിച്ച് വർക്ക് മാനേജ് ചെയ്യാൻ പറ്റുമോ എന്ന് ഒഫീഷ്യൽ റോൾ ഡിസ്ക്രിപ്ഷൻ നോക്കണം. ആൻഡ് എൻ്റെ ഒരു അറിവ് വെച്ച് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്നാണ്, നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത്. ഇനി വർക്ക് എവിടെ നിന്ന് ചെയ്യാം? ഓഫീസിൽ ഡെയിലി ട്രാവൽ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അവൈലബിൾ വർക്ക് ഫ്രം ഹോം ജോബ് റോൾസിൽ വീട്ടിലിരുന്ന് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതായത് ഡെയിലി ബസ്, ട്രെയിൻ, പെട്രോൾ എക്സ്പെൻസ്, ഓഫീസ് ട്രാവൽ ഇതൊക്കെ അവോയ്ഡ് ചെയ്യാൻ പറ്റും വർക്ക് ഫ്രം ഹോം ആയതുകൊണ്ട്. പക്ഷേ വീട്ടിൽ നല്ല ഇൻ്റർനെറ്റ് കണക്ഷനും ക്വയറ്റ് എൻവയോൺമെൻറ്റും ഉണ്ടായിരിക്കണം. എന്തൊക്കെ വേണം? അപ്ലൈ ചെയ്യുന്നതിന് മുൻപേ ബേസിക് റിക്വയർമെൻറ്റ്സ് റെഡിയാക്കി വെക്കണം. സ്മാർട്ട് ഫോൺ അല്ലെങ്കിൽ ലാപ്പ്, സ്റ്റേബിൾ ഇൻ്റർനെറ്റ് കണക്ഷൻ, ആധാർ, പാൻ കാർഡ്, ഓൺ ബാങ്ക് അക്കൗണ്ട്, എഡ്യൂക്കേഷണൽ പ്രൂഫ്, ഒരു സൈലൻറ്റ് പ്ലേസ്. കസ്റ്റമർ കോൾ അറ്റൻഡ് ചെയ്യുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് കുറവായിരിക്കണം. ഒരു ഇമ്പോർട്ടൻറ്റ് റിയാലിറ്റി ഇവിടെ ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. വർക്ക് ഫ്രം ഹോം എന്ന് കേട്ടാൽ ലാപ്ടോപ്പ് ഓപ്പൺ ചെയ്ത് ഈസി മണി ഏൺ ചെയ്യാം എന്ന കോൺസെപ്റ്റ് മറക്കുക. എല്ലാ ജോബിനും അതിൻ്റേതായ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. കസ്റ്റമർ സപ്പോർട്ട് റോൾ ആയതുകൊണ്ട് കമ്മ്യൂണിക്കേഷൻ, പേഷ്യൻസ്, പ്രൊഫഷണൽ ബിഹേവിയർ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് ജെനുവിൻ ഓപ്പർച്യൂണിറ്റി ആണെങ്കിൽ അതിനെ സീരിയസ് ആയിട്ട് സമീപിക്കുക. അപ്പോൾ എലിജിബിലിറ്റി മനസ്സിലായി, സാലറി റേഞ്ച് മനസ്സിലായി, ബെനിഫിറ്റ്സ് മനസ്സിലായി അല്ലേ? പക്ഷേ അപ്ലൈ ചെയ്യുന്നത് എക്സാക്റ്റ് എങ്ങനെ? ഒഫീഷ്യൽ വെബ്സൈറ്റ്സ് എന്താണ്? ഓൺലൈൻ ടെസ്റ്റ് ഉണ്ടോ? ടെസ്റ്റിൽ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് വരും? സെലക്ഷൻ പ്രോസസ്സ് എങ്ങനെയാണ്? അടുത്തത് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി നോക്കും. ഡോണ്ട് സ്കിപ്പ്. ഈ പാർട്ട് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇനി ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സെക്ഷനിലേക്ക് വരാം. ഈ ജോബിന് അപ്ലൈ ചെയ്യുന്നത് എങ്ങനെ? പല ആൾക്കാരും ഇവിടെയാണ് മിസ്റ്റേക്ക് ചെയ്യുന്നത്. ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ തന്നെ ഒരുപാട് വെബ്സൈറ്റ്സ് കാണാൻ പറ്റും. പക്ഷേ എല്ലാ വെബ്സൈറ്റും ജെനുവിൻ ഒന്നും ആയിരിക്കില്ല. അതുകൊണ്ട് ഫസ്റ്റ് തന്നെ ഒഫീഷ്യൽ ജിയോ കരിയർ വെബ്സൈറ്റ് വഴി മാത്രം അപ്ലൈ ചെയ്യാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു. ഗൂഗിൾ ഓപ്പൺ ചെയ്തിട്ട് ജിയോ കരിയേഴ്സ് എന്ന് ജസ്റ്റ് സെർച്ച് ചെയ്ത് നോക്കുക. അതിൽ ഫസ്റ്റ് വരുന്ന പേജ് തന്നെ ക്ലിക്ക് ചെയ്തിരിക്കണം. കാരണം അതായിരിക്കും ഒഫീഷ്യൽ ജിയോൻ്റെ വെബ്സൈറ്റ്. താഴെ കാണുന്നതെല്ലാം ചിലപ്പോൾ ഫേക്ക് ജിയോയുടെ വെബ്സൈറ്റ് പോലെ തന്നെ ഇരിക്കുന്ന ചില വെബ്സൈറ്റുകളായിരിക്കും. ഞാൻ പറ്റുവാണെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അല്ലെങ്കിൽ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി ലിങ്ക് എന്നുള്ളത്. സോ അതുവഴി നിങ്ങൾ അപ്ലൈ ചെയ്യുക. സ്യൂട്ടബിൾ വേക്കൻസി കണ്ടാൽ, അതായത് നിങ്ങൾക്ക് റോളും അതേപോലെ നിങ്ങളുടെ ലൊക്കേഷൻ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ എത്രത്തോളം വേക്കൻസി അവൈലബിൾ ആണെന്ന് കാണാൻ പറ്റും. അതിനനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ ലൊക്കേഷൻ വെച്ച് സോർട്ട് ചെയ്ത് ജോബ് സെർച്ച് ചെയ്തെടുക്കുക. അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക് ഡീറ്റെയിൽസ് ഫിൽ ചെയ്യുക. അതായത് ഫുൾ നെയിം, മൊബൈൽ നമ്പർ, മെയിൽ അഡ്രസ്സ്, DOB, അഡ്രസ്സ്, പിൻകോഡ്, എല്ലാ ഡീറ്റെയിൽസും കറക്റ്റും ഫുള്ളായിട്ട് കൊടുക്കുക. സോ അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുക്കേണ്ടി വരും. അപ്പോൾ നിങ്ങൾക്കൊരു വാട്സപ്പ് മെസ്സേജ് വരുന്നതായിരിക്കും. ആ വാട്സപ്പ് മെസ്സേജ് കയറി കഴിഞ്ഞാൽ ഒരു ജിയോ കസ്റ്റമർ അസോസിയേറ്റ് എന്ന ഒരു ബോട്ടിലേക്കായിരിക്കും അത് ഡയറക്റ്റ്ലി പോകുന്നത്. അവിടെ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഹായ് എന്നൊരു മെസ്സേജ് അയച്ചതിന് ശേഷം അവർ ചോദിക്കും, നിങ്ങളൊരു ജിയോ കസ്റ്റമർ അസോസിയേറ്റ് ആണോ? ജസ്റ്റ് നോ എന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവരെന്ത് ചെയ്യും, ഒരു വീഡിയോ തന്നെ അയച്ചു തരും. എങ്ങനെ നിങ്ങൾക്ക് ഈ ജിയോ കസ്റ്റമർ അസോസിയേറ്റ് എന്ന് പറഞ്ഞ പ്രോഗ്രാമിലോട്ട് അല്ലെങ്കിൽ ഈ ഒരു ജോബിലോട്ട് അപ്ലൈ ചെയ്യാം. അതായത് അവരുടെ ജിയോ കരിയർ ആപ്പ് വഴി അല്ലെങ്കിൽ ജിയോ വെബ്സൈറ്റ് വഴി എങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു 10 മിനിറ്റ് നീളമുള്ള ഒരു വീഡിയോ അവർ നിങ്ങൾക്ക് അയക്കുന്നതായിരിക്കും വാട്സപ്പ് വഴി. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ജിയോ കരിയർ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നിങ്ങൾ ഏത് മെയിൽ ID ആണോ കൊടുത്തത് ആ മെയിൽ ID വെച്ച് ജസ്റ്റ് ഒന്ന് സൈൻ ഇൻ ചെയ്യുന്നു. അതിനുശേഷം നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, എഡ്യൂക്കേഷൻ, അങ്ങനെ കുറച്ചധികം ഒരു 10 മിനിറ്റിൻ്റെ പ്രോസസ്സെങ്കിലും ഉണ്ടാകും. അതായത് നിങ്ങളുടെ എല്ലാ പേഴ്സണൽ ഇൻഫർമേഷനും കൊടുക്കണം. 10th 12th ഡിഗ്രി ഉള്ളവരാണെങ്കിൽ ഡിഗ്രി ക്വാളിഫിക്കേഷൻസ് എല്ലാ ഡീറ്റെയിൽസും കൃത്യമായി നിങ്ങൾ അപ്ലോഡ് ചെയ്യുക, ഇൻക്ലൂഡിങ് ഡോക്യുമെൻറ്റ്സ്. അതുപോലെ തന്നെ നിങ്ങളുടെ റെസ്യൂമെ, പ്രൊഫൈൽ പിക്ചർ ഇതെല്ലാം അപ്ലോഡ് ചെയ്യുക. മെയിൽ വെരിഫിക്കേഷൻ നടക്കുക, മൊബൈൽ നമ്പർ വെരിഫിക്കേഷൻ നടത്തുക. ഇതെല്ലാം ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ആ ജോബ് നിങ്ങളുടെ ഹോം പേജിൽ തന്നെ കാണാൻ പറ്റും, ജിയോ കസ്റ്റമർ അസോസിയേറ്റ് റോൾ. അതുപോലെ തന്നെ പല പല ജോബുകൾ കാണും. ഇപ്പോൾ നിങ്ങളൊരു സോഫ്റ്റ്വെയർ ജോലിയാണ് നോക്കുന്നത്, അതിനനുസരിച്ചുള്ളത് കാണും. ആ നിങ്ങളുടെ ലൊക്കേഷൻ അനുസരിച്ച് സോർട്ട് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെങ്കിൽ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മെയിൽ വരും. ആ മെയിലും വരും, നിങ്ങൾക്കൊരു മെസ്സേജ് വരുന്നതായിരിക്കും. അവർ പറയും, ഈ ഒരു ജിയോ കസ്റ്റമറിൻ്റെ HR ആയിരിക്കും നിങ്ങൾക്ക് ആ മെസ്സേജ് അയക്കുന്നുണ്ടാകുക. നിങ്ങളുടെ കരിയർ ആപ്പിൽ
എന്തുണ്ടാകും, ഒരു ഇൻ്റർവ്യൂ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് നോക്കുക. അപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ, നിങ്ങൾ ആ പ്രൊഫൈൽ ബട്ടൺ എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ 3 കാര്യങ്ങൾ കാണാൻ പറ്റും. ഒരു വീഡിയോ ഇൻ്റർവ്യൂ, അതുപോലെ തന്നെ ഓൺലൈൻ അസസ്മെൻറ്റ് പറഞ്ഞ് കാണും. ആ ഓൺലൈൻ അസസ്മെൻറ്റ് പറഞ്ഞെങ്കിൽ പേടിക്കേണ്ട, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന, ഒരു +2 യോഗ്യത പോലും ഇല്ലാത്ത ആൾക്കാർക്ക് വരെ ചെയ്യാൻ പറ്റുന്ന ചെറിയ ക്വസ്റ്റ്യൻസ് ആണ് അവർ ചോദിക്കുന്നുണ്ടാവുക. നിങ്ങളുടെ മൊബൈൽ ഫോൺ വർക്ക് ചെയ്യുന്നുണ്ടോ, ക്യാമറ വർക്ക് ചെയ്യുന്നുണ്ടോ, അങ്ങനത്തെ ചില ചെറിയ കാര്യങ്ങൾ. അതെല്ലാം നിങ്ങൾ ജസ്റ്റ് ഒന്ന് കറക്റ്റായിട്ടെല്ലാം ചെയ്യുക. ഓക്കെ, അതെല്ലാം ചെയ്യുമ്പോൾ തന്നെ ആ ഓൺലൈൻ അസസ്മെൻറ്റ് കഴിയുന്നതായിരിക്കും. ഓൺലൈൻ അസസ്മെൻറ്റ് സ്ക്രീനും റെക്കോർഡ് ചെയ്യും, അവർ വീഡിയോയും റെക്കോർഡ് ചെയ്തിട്ടായിരിക്കും ചെയ്യുന്നുണ്ടാകുക. അത് പെട്ടെന്ന് തന്നെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉടനെ വീഡിയോ ഇൻ്റർവ്യൂ അവർ ഷെഡ്യൂൾ ചെയ്യും. വീഡിയോ ഇൻ്റർവ്യൂവിൽ നിങ്ങൾക്ക് 5 ക്വസ്റ്റ്യൻസ് ആയിരിക്കും അവർ ചോദിക്കുന്നത്. ഞാനിത് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ള റീസൺ, ഞാനിത് ഓൾറെഡി അപ്ലൈ ചെയ്ത ആളാണ്, അതുകൊണ്ടാണ് പറയുന്നത്. സോ വീഡിയോ ഇൻ്റർവ്യൂവിൽ അവർ ചോദിക്കുന്നത് നിങ്ങളെക്കുറിച്ച് നമ്മളൊരു കുറച്ച് നേരം, ഒരു 30 സെക്കൻഡ് അല്ലെങ്കിൽ ഒരു 2-3 മിനിറ്റ് നിങ്ങളെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്ന രീതിയിൽ കുറച്ച് ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ കൊടുക്കേണ്ടി വരും. പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ ഈ ഒരു വർക്ക് ഫ്രം ഹോം ജോബ് സെലക്ട് ചെയ്തു, അങ്ങനെ 5 ക്വസ്റ്റ്യൻസ് അവരെന്തായാലും നിങ്ങൾക്ക് തരും. ആ 5 ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഒരു ക്വസ്റ്റ്യൻ നോക്കി പഠിച്ചതിന് ശേഷം മാത്രം വീഡിയോ റെക്കോർഡ് ചെയ്യും. എത്ര തവണ വേണമെങ്കിലും നിങ്ങൾക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യാനുള്ള ഇതും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതെല്ലാം ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള ഫർദർ ഇൻഫർമേഷൻ, നിങ്ങൾ സെലക്ട് ആയിക്കഴിഞ്ഞാൽ അവർ ഒബ്വിയസ്ലി നിങ്ങൾക്ക് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യും. അത് നിങ്ങളുടെ സിറ്റിയിലുള്ള തന്നെ ആയിരിക്കും തരുന്നുണ്ടാവുക. സോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങളുടെ സിറ്റി അനുസരിച്ച് വേണം അപ്ലൈ ചെയ്യുമ്പോൾ, സോർട്ട് ചെയ്യുമ്പോൾ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ അങ്ങനെ നിങ്ങൾക്ക് എന്ത് കിട്ടും, ഈ ഒരു ജോബ് ലഭിക്കാവുന്നതാണ്. ഈ വീഡിയോയിൽ ഞാൻ മാക്സിമം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് എങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന്. ഇപ്പോഴും നിങ്ങൾക്ക് ഇനിയും കൺഫ്യൂഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയുക. നിങ്ങൾക്ക് ഇതിന് വേണ്ടി സെപ്പറേറ്റ് എങ്ങനെ ആപ്പ് വർക്ക് ചെയ്യുന്നു എന്ന് അതൊന്ന് സെപ്പറേറ്റ് ആയിട്ടൊന്നൊരു വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ അത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും. ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എക്സ്പ്ലനേഷൻ എല്ലാവർക്കും ചെയ്യാൻ പറ്റുമെന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഒരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യാത്തത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മാത്രം മതി. പിന്നെ ജോബിന് സെലക്ട് ആവുന്നവർ ട്രെയിനിങ് സീരിയസ്ലി അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇനി ഈ വീഡിയോയിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം പറയട്ടെ, ശ്രദ്ധിച്ച് കേൾക്കുക. സോഷ്യൽ മീഡിയയിൽ പല ഫേക്ക് റിക്രൂട്ടേഴ്സും ജിയോയുടെ പേര് യൂസ് ചെയ്ത സ്കാമേഴ്സ് ഉണ്ട്. രജിസ്ട്രേഷൻ ഫീ അടയ്ക്കേണ്ടി വരും, പ്രോസസ്സിംഗ് ചാർജ് ഉണ്ട്, ഇൻ്റർവ്യൂ ഫീ ഉണ്ട് എന്ന് പറഞ്ഞ് പൈസ ചോദിച്ചാൽ 1 രൂപയും കൊടുക്കരുത്. ഒഫീഷ്യൽ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സിൽ കമ്പനി ഫീ വാങ്ങുന്നു എന്ന് വെരിഫൈ ചെയ്തത് പേയ്മെൻറ്റ് ചെയ്യരുത്. ഓൾവേസ് ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയും ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻ വഴിയും മാത്രം പ്രൊസീഡ് ചെയ്യുക. ഒരു കാര്യം കൂടി, അപ്ലൈ ചെയ്ത ഉടനെ ജോബ് കൺഫർമേഷൻ ആകുമെന്നും കരുതരുത്. സെലക്ഷൻ ഡിപ്പെൻഡ്സ് ഓൺ വേക്കൻസി അവൈലബിലിറ്റി, ലൊക്കേഷൻ, എലിജിബിലിറ്റി, അസസ്മെൻറ്റ്, വെരിഫിക്കേഷൻ, പെർഫോമൻസ്. അതുകൊണ്ട് റിപ്ലൈ ലേറ്റ് ആയാലും ടെൻഷൻ വേണ്ട. ന്യൂ വേക്കൻസീസ് വരുമ്പോൾ പ്രൊഫൈൽ അപ്ഡേറ്റ് ചെയ്ത് വീണ്ടും അപ്ലൈ ചെയ്യാം. ഓവറോൾ നോക്കിയാൽ വർക്ക് ഫ്രം ഹോം ഓപ്പർച്യൂണിറ്റി നോക്കുന്നവർക്കും കോളേജ് സ്റ്റുഡൻസിനും ഹൗസ് വൈഫ്സിനും കരിയർ റീസ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും ഇത് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. പക്ഷേ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പേ ഒഫീഷ്യൽ ഡീറ്റെയിൽസ് നിർബന്ധം വെരിഫൈ ചെയ്യുക. ഒരു ഫേക്ക് റിക്രൂട്ടറിനെ ട്രസ്റ്റ് ചെയ്ത് പൈസ നഷ്ടപ്പെടുത്തരുത്. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. വർക്ക് ഫ്രം ഹോം ജോബ്സ് നോക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഷെയർ ചെയ്യുക. ഇതുപോലെ ജെന്യുവിൻ ജോബ് അപ്ഡേറ്റ്സ് എല്ലാം ലഭിക്കാൻ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ പ്രസ് ചെയ്യുക. ഞങ്ങൾ അടുത്ത വീഡിയോയിൽ വീണ്ടും ഒരു ജെന്യുവിൻ ഓപ്പർച്യൂണിറ്റിയുമായി നിങ്ങളെ കണ്ടുമുട്ടാം. അണ്ടിൽ ദെൻ സ്റ്റേ സേഫ്, സ്റ്റേ അപ്ഡേറ്റഡ്. ദിസ് ഇസ് കാരോ ഡയറി സൈനിങ് ഓഫ്.